കേരളം ഇനി അതിദരിദ്രരില്ലാത്ത സംസ്ഥാനം. കോൺഗ്രസിലെ ഗ്രൂപ്പുകളുടെ സമ്മർദ്ദത്തിന് വഴങ്ങി ജംബോ കമ്മിറ്റി വരുന്നു. നമസ്കാരം. ഈ മണിക്കൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ട 10 വാർത്തകളുമായി ജനേകം ഓൺലൈൻ മോജോ ന്യൂസിലേക്ക് സ്വാഗതം. കേരളത്തിന്റെ ചരിത്ര പുസ്തകത്തിൽ പുതിയൊരു അധ്യായമാണ് ഇന്ന് തുറന്നിരിക്കുന്നതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. കേരളം അതിദരിദ്രരില്ലാത്ത സംസ്ഥാനമായി ജനങ്ങൾക്ക് മുന്നിൽ പ്രഖ്യാപിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ നടന്ന ചടങ്ങിൽ വിവിധ വകുപ്പ് മന്ത്രിമാർ അണിനിരന്നു. നടൻ മമ്മൂട്ടി മുഖ്യാതിഥിയായി പങ്കെടുത്തു. സംസ്ഥാന കോൺഗ്രസിലെ ഗ്രൂപ്പുകളുടെ സമ്മർദ്ദത്തിന് വഴങ്ങി ജംബോ കമ്മിറ്റി വരുന്നു. പുനഃസംഘടനയുടെ ഭാഗമായി 150 പേരെ KPCCയുടെ സെക്രട്ടറിമാരായി പ്രഖ്യാപിക്കാൻ പോകുന്നു. 300 പേരടങ്ങുന്ന KPCC സെക്രട്ടറിമാരുടെ പട്ടികയാണ് KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് കഴിഞ്ഞ ദിവസം AICC നേതൃത്വത്തിന് സമർപ്പിച്ചത്. പട്ടിക ചുരുക്കണമെന്ന നിർദ്ദേശത്തെ തുടർന്ന് സെക്രട്ടറിമാരുടെ എണ്ണം 150 വെട്ടിച്ചുരുക്കി. അഞ്ചു കോടി ജനങ്ങളുള്ള ആഫ്രിക്കൻ രാജ്യമായ സുഡാനിൽ ആഭ്യന്തര കലാപത്തെ തുടർന്ന് കൂട്ടക്കൊല. സ്ത്രീകളും കുട്ടികളുമടക്കം 2 ദിവസങ്ങൾക്കുള്ളിൽ 2000 പേരെങ്കിലും കൊല്ലപ്പെട്ടതായാണ് റിപ്പോർട്ടുകൾ. സായുധ സംഘമായ റാപ്പിഡ് സപ്പോർട്ട് ഫോഴ്സ് ആയിരക്കണക്കിന് നിരപരാധികളെ നിരത്തി നിർത്തി വെടിവെച്ചു കൊല്ലുന്നതിന്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നിരുന്നു. സുഡാൻ സായുധ സേനയും റാപ്പിഡ് സപ്പോർട്ട് ഫോഴ്സ് എന്ന സംഘടനയും തമ്മിലാണ് അധികാരത്തിനായി പോരടിക്കുന്നത്. എനിക്ക് എന്തെങ്കിലും ഇഷ്ടപ്പെട്ടാൽ അത് തുടരുമെന്നും അല്ലാത്ത പക്ഷം രാജിവെച്ച് കൃഷിയിലേക്ക് മടങ്ങുമെന്നും BJP മുൻ തമിഴ്നാട് സംസ്ഥാന പ്രസിഡന്റ് K. അണ്ണാമലൈ. BJPയുടെയും മുന്നണിയിലെയും രാഷ്ട്രീയ സംഭവ വികാസങ്ങളിൽ കടുത്ത അതൃപ്തി പരസ്യമാക്കുന്നതാണ് K. അണ്ണാമലയുടെ വാക്കുകൾ. സ്വത്ത് സംബന്ധിച്ച കേസിൽ BJP നേതൃത്വം നേരത്തെ അണ്ണാമലയോട് വിശദീകരണം തേടിയിരുന്നു. നേതൃത്വവുമായി ഇടഞ്ഞു നിൽക്കുന്ന അണ്ണാമലൈ പുതിയ പാർട്ടി രൂപീകരിക്കുന്നതായും അഭ്യൂഹം പരന്നിരുന്നു. സെക്രട്ടേറിയറ്റ് പടിക്കൽ ആശാപ്രവർത്തകർ നടത്തിവരുന്ന സമരത്തിൽ പങ്കെടുക്കാനെത്തിയ പ്രതിപക്ഷ നേതാവ് VD സതീശനെ ബഹിഷ്കരിച്ച് രാഹുൽ മാങ്കൂട്ടത്തിൽ MLA. സമരത്തിന്റെ ഉദ്ഘാടകൻ പ്രതിപക്ഷ നേതാവായിരുന്നു. VD സതീശൻ എത്തുന്നതിനു മുൻപ് സമരപ്പന്തലിലെത്തിയ രാഹുൽ അദ്ദേഹം എത്തുന്നതിനു മുൻപ് മടങ്ങി. തിരുവനന്തപുരം നഗരസഭയിലെ കൗൺസിലറും BJP നേതാവുമായ തിരുമല അനിലിന്റെ ആത്മഹത്യയിൽ പാർട്ടിക്കെതിരെ വിമർശനവുമായി മുൻ BJP വക്താവ് MS കുമാർ. വായ്പ എടുത്തിട്ട് തിരിച്ചടയ്ക്കാനാവാത്തവരെ കൊണ്ട് അടപ്പിക്കാനെങ്കിലും കഴിയുമായിരുന്നുവെങ്കിലും BJP നേതാക്കൾ അത് ചെയ്തില്ല. മരിച്ചു കഴിഞ്ഞ് നെഞ്ചത്ത് റീത്തു വയ്ക്കുന്നതല്ല രാഷ്ട്രീയ പ്രവർത്തനമെന്നും MS കുമാർ സമൂഹ മാധ്യമത്തിൽ കുറിച്ചു. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ ദേവസ്വം ബോർഡ് മുൻ എക്സിക്യൂട്ടീവ് ഓഫീസർ സുധീഷ് കുമാർ അറസ്റ്റിൽ. ഇന്നലെ വൈകിട്ടാണ് അന്വേഷണ സംഘം സുധീഷ് കുമാറിനെ കസ്റ്റഡിയിലെടുത്തത്. വിശദമായ ചോദ്യം ചെയ്യലിന് ശേഷമായിരുന്നു അറസ്റ്റ് രേഖപ്പെടുത്തിയത്. ആന്ധ്രാപ്രദേശിലെ ശ്രീകാകുളം വെങ്കടേശ്വര സ്വാമി ക്ഷേത്രത്തിൽ ഏകാദശിയുമായി ബന്ധപ്പെട്ട് നടന്ന പരിപാടിക്കിടെയുണ്ടായ ആൾക്കൂട്ട ദുരന്തത്തിൽ 10 പേർ മരിച്ചു. തിക്കിലും തിരക്കിലും പെട്ടാണ് അപകടമുണ്ടായത്. നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. 2025 എഴുത്തച്ഛന്റെ പുരസ്കാരം കവി KG ശങ്കരപിള്ളയ്ക്ക്. സാംസ്കാരിക മന്ത്രി സജി ചെറിയാനാണ് പുരസ്കാരം പ്രഖ്യാപിച്ചത്. മലയാള ഭാഷയ്ക്കും സാഹിത്യത്തിനും സമഗ്ര സംഭാവന നൽകിയ എഴുത്തുകാർക്ക് വേണ്ടി സർക്കാർ ഏർപ്പെടുത്തിയതാണ് പുരസ്കാരം. 5 ലക്ഷം രൂപയും പ്രശസ്തി പത്രവും അടങ്ങുന്നതാണ് അവാർഡ്. ലഹരി കച്ചവടത്തിന് പൂട്ടിടാനൊരുങ്ങി കുവൈറ്റ്. ലഹരി ഉപയോഗത്തിനും വിൽപ്പനയ്ക്കും തടയിടാൻ കർശന നിയമം നടപ്പാക്കാൻ ഒരുങ്ങുകയാണ് സർക്കാർ. മയക്കുമരുന്ന് വിൽപ്പനയുമായി ബന്ധപ്പെട്ട് പിടിയിലാക്കുന്നവർക്കും പ്രധാന ഇടപാടുകാർക്കും വധശിക്ഷ നൽകാനുള്ള പുതിയ നിയമത്തിനാണ് മന്ത്രിസഭ അംഗീകാരം നൽകിയിട്ടുള്ളത്. ജനേകം ഓൺലൈൻ മോജോ ന്യൂസിലൂടെ വീണ്ടും കാണാം. കൂടുതൽ വാർത്തകൾക്കും വീഡിയോകൾക്കുമായി ജനേകത്തിന്റെ YouTube, വെബ്സൈറ്റ് എന്നിവ സന്ദർശിക്കുക.